ഈ കഥയിലെ സംഭവങ്ങൾക്കോ വ്യക്തികൾക്കോ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊരുവിധ ബന്ധങ്ങളും ഇല്ലെന്ന് ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു. ഒരു ഹോസ്പിറ്റലായാൽ ഒത്തിരി പേഷ്യൻസ് വരും. ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ വരുന്ന രോഗികളും അവരുടെ രോഗവിവരങ്ങളും നമുക്ക് കാണാം. അപ്പോൾ കണ്ടാലോ? ഡോക്ടറെ, എനിക്ക് നല്ല പല്ല് വേദനയാ. അയ്യോ, മോളിരുന്നാട്ടെ. വന്നേ വന്നേ. ഇതെന്താ, സ്കൂളിൽ നിന്ന് വരുവാണോ? ആണ്. നേരിട്ടിങ്ങി പോയിരുന്നോ? ആ, ഭയങ്കര വേദനയാണോ? ഓക്കെ. അപ്പോഴേ മുട്ടായി കഴിക്കാറുണ്ടോ? ഉണ്ട്. എത്ര കഴിക്കുമോ? ഒത്തിരി കഴിക്കുമോ? കഴിക്കാം. എന്നാൽ അത്രയും കഴിക്കാൻ പാടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും പല്ല് വേദന. ഇച്ചിരി ഒന്ന് അടുത്തോട്ട് വരാമോ? എനിക്കൊന്ന് ചെക്ക് ചെയ്യണമായിരുന്നു. ഇരുന്നാട്ടെ. ഓപ്പൺ യുവർ മൗത്ത്. പല്ല് അപ്പടി പോടാണല്ലോ. പല്ല് പോടായതുകൊണ്ടാണ് പല്ല് വേദന എടുക്കുന്നത് കേട്ടോ. പേരൻസ് പറഞ്ഞ് കേട്ടിട്ട് മുട്ടായിയൊക്കെ കുറച്ചേ കഴിക്കാവൂ കേട്ടോ. ഞാനിപ്പോൾ മെഡിസിൻ തരാം. ആ മെഡിസിനിലെ പോലെ കാര്യങ്ങളൊക്കെ ചെയ്താൽ ഓക്കെ ആയിക്കോളും കേട്ടോ. നമ്മൾ എത്ര തവണ ബ്രഷ് ചെയ്യണം ഒരു ദിവസം? അല്ല, നമ്മൾ 2 തവണ ബ്രഷ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ ബോഡി പാർട്സും എല്ലാം നമ്മൾ വൃത്തിക്ക് സൂക്ഷിക്കണം. എസ്പെഷ്യലി പല്ല്. നല്ല വെളുത്ത പല്ലല്ലേ, കേടായാൽ കാണാൻ കൊള്ളാവോ? ഇല്ല. അപ്പം എത്ര തവണ ബ്രഷ് ചെയ്യും? പേരൻസ് പറയുന്നത് എല്ലാം കേൾക്കണം. കേൾക്കണം. മുട്ടായി ഒത്തിരി കഴിക്കണോ? ഇല്ല, കുറച്ച് കഴിക്കണം. അപ്പം എന്താണ് ജോനയുടെ ഫ്രണ്ട്സിനോട് പറയാനുള്ളത്? എപ്പോഴും മുട്ടായി കഴിക്കല് അമ്മനും അപ്പനോട് കേൾക്കണം. ഓക്കെ, ഞാൻ മെഡിസിൻ എഴുതിയിട്ടുണ്ട്. ഈ മെഡിസിൻ അതേപോലെ കഴിക്കണം. മൗത്ത് വാഷ് ചെയ്യണം. 2 നേരം ചെയ്താൽ ഇത് മാറിക്കോളും കേട്ടോ. താങ്ക് യു. നെക്സ്റ്റ് പ്ലീസ്. ഡോക്ടറെ, എൻ്റെ ചെവി. അയ്യോ, ഇരിക്ക. വാട്ട് ഹാപ്പൻ? ചെവിക്കത്ത് എന്തെങ്കിലും പോയോ? ഇല്ല ഡോക്ടറെ. പിന്നെ എന്തോ പറ്റി? ചെവി വല്ലാതെ വേദന എടുക്കുന്നുണ്ട് ഡോക്ടറെ. ആണോ? ഞാൻ ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഒന്ന് കാണിക്കുമോ? ആ, ചെറിയതായിട്ടൊരു വാക്സ് ഒക്കെ ഉണ്ട്. പക്ഷെ അതല്ല ചെവിക്ക് കാരണം. ഇതൊക്കെ എന്തുവാ? പാട്ടൊക്കെ ഒത്തിരി കേൾക്കുമോ? കേൾക്കും. എന്തൊക്കെ പാട്ട് കേൾക്കും? എത്ര നേരം കേൾക്കും ഒരു ദിവസം? നിങ്ങൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ എപ്പോഴും ഞാൻ കേൾക്കാം. അപ്പം ഇഷ്ടം പോലെ ഫ്രീ ടൈം ഉണ്ട്. ഈ പാട്ട് ലോ വോളിയത്തിലാണോ കേൾക്കുന്നത്? ഓണസ്റ്റായ എല്ലാം ഹൈ വോളിയത്തിലാണ് കേൾക്കുന്നത്. എല്ലാം ഹൈ വോളിയത്തിലാണ് കേൾക്കുന്നത്. ഈ അപ്പം സ്പോട്ടിഫൈയും യൂട്യൂബ് മ്യൂസിക്കും ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഈ പാട്ടൊക്കെ ഉണ്ടല്ലോ, ഇത്രയും ഹൈ വോളിയത്തിൽ കേൾക്കാൻ പാടില്ല. അത് ചെവിക്ക് കേടാണ്. അതേപോലെ നമ്മൾ കെട്ടുകഥകൾ കേൾക്കാൻ കൊടുക്കാതെ സത്യത്തിൻ്റെ ചെവി ചായ്ക്കാൻ നമ്മൾ പഠിക്കണം. അപ്പോൾ ഈ ചെവിയുടെ ചൊറിച്ചിലും വേദനയൊക്കെ അങ്ങ് കുറയും. ഓക്കെ, അപ്പോൾ അത് ഓർക്കുക. ഞാൻ ഒരു മരുന്ന് എഴുതിത്തരാം. 3 നേരവും ആ ഡ്രോപ്സ് ഒഴിക്കുക. അപ്പോൾ മാറിക്കിട്ടും. അതേപോലെ തന്നെ ഈ ലോകത്തിൻ്റെ ശബ്ദത്തിനിടയ്ക്ക് നല്ല ഇടയനായ നമ്മുടെ യേശുക്രിസ്തുവിൻ്റെ ശബ്ദം മുങ്ങിപ്പോകല്ലേ. പാട്ടൊക്കെ കേട്ടോ, പക്ഷേ അതിനിടയിൽ ഇതങ്ങ് മുങ്ങിപ്പോകല്ലേ കേട്ടോ. അപ്പോൾ ഈ പാട്ട് ഈ മരുന്ന് 3 നേരം കഴിക്കുക. അതേപോലെ നിങ്ങൾ മാത്രം കഴിച്ചാൽ പോരാ. നിങ്ങളുടെ ഫ്രണ്ട്സിന് ആരെങ്കിലും ഇതേ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മോന് സജസ്റ്റ് ചെയ്യാം. ഓക്കെ, അവർ നന്നായിട്ടിരിക്കും. അപ്പം ഓക്കെ, ടേക്ക് കെയർ. താങ്ക് യു. താങ്ക് യു ഡോക്ടർ. നെക്സ്റ്റ് പ്ലീസ്. Doctor, my eye's really hurting. What happened? Please sit. Take your seat, please. My eye's really burning. Oh, so you can see me? Yes, I can see you. Oh, you can see me. So I think there is some reddish in your eyes. Let me check, okay? Okay, doctor. Can I just check? But I can't see any serious sight issues. Then really, what's the problem? But when I go on my phone, there's no problems at all. When you use your phone, you don't have any issues. No, it's no. very clear. It's very clear. Okay. So what about Instagram? It's clear. YouTube? It's clear. Games also? It's very clear. Okay. I need to ask one more question. Do you read Bible? Yes, I read the Bible on my phone. How many hours? For half an hour because it's too much strain. Half an hour. You only read half an hour because it is too much strain. I can understand because it's small screen. It's really strain. You are absolutely right. I actually got your problem. I can give you a medicine for that. Okay. Before that, I want to add one more question. Do you have any green eye when you see someone get prospered in front of you? No. No. So that's not an issue of you. Yeah. Okay. So, the word of God is lamp of our feet and the light of our path. So you need to spend more time in reading Bible. Please don't read Bible from your phone. Okay. Why?
Because I'll get Yeah, so distracted. many distractions will come, so notification will come, reels will come, so you will get distracted. So reduce all these usage of social media to a limit. You can use it for a limit, but spend more time in reading Bible, not in the phone. With the thing. Okay, I will write to a medicine. Just follow this. And this is not an issue for a one person. It's spread like a virus. So when you see somebody with the same issue, you can convey the same thing to them. Okay, Thank you. thank you, Take Dr. care. Bye. You too. Bye. Next, please. അയ്യോ ഡോക്ടറെ എനിക്ക് ഭയങ്കര നെഞ്ചിന് വേദനയാണ്. ഞാനിപ്പോ ചത്തുപോവേ. ചത്തു. ഞാനിപ്പോ ചത്തുപോവേ. അയ്യോ സഹോദരി, നിങ്ങൾ പറഞ്ഞാലൊന്നും അങ്ങനൊന്നും ചത്തു പോകത്തില്ല. എന്നാ പറ്റി? ഡോക്ടറെ എനിക്കൊട്ടും വയ്യ. എനിക്ക് ഭയങ്കര നെഞ്ചുവേദന. എനിക്കറിയത്തില്ല. ഞാൻ ഇപ്പൊ ചത്തുപോകും. നെഞ്ചുവേദന? വായം തുറന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്താ ഡോക്ടർ ഇത് വെച്ച് നോക്കി എന്റെ ഹൃദയം കാണുമോ? എന്താ ഡോക്ടറെ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അത് മെഡിസിൻസ് വല്ലതും കഴിക്കുന്നുണ്ടോ? ഒത്തിരി കഴിക്കുന്നുണ്ട്, പക്ഷെ എന്റെ നെഞ്ചുവേദന മാറുന്നില്ല ഡോക്ടറെ. എന്താ കാരണം ഇത്രയും മെഡിസിൻ കഴിച്ചിട്ട് നെഞ്ചുവേദന മാറാത്തെ? ഒന്നും പറയണ്ടേ, വീട്ടില് ഭയങ്കര പ്രശ്നങ്ങളാണ്. പ്രശ്നം എന്ന് ഹസ്ബൻഡായിട്ട് വഴക്കാണ്. ആ സമയത്ത് എനിക്ക് ഭയങ്കര നെഞ്ചിന് വേദനയാണ് ഡോക്ടറെ. ഓക്കെ, അപ്പോൾ ഇത്രയും മെഡിസിൻ കഴിച്ചിട്ടും ഇങ്ങനെയൊക്കെയുള്ള മെന്റൽ പ്രഷർ വരുമ്പോൾ താങ്ങാൻ പറ്റുന്നില്ല അല്ലേ? എനിക്ക് എന്നും നെഞ്ചിന് വേദനയാണ് ഡോക്ടറെ. എനിക്ക് ഒട്ടും താങ്ങാൻ പറ്റുന്നില്ല. ഞാൻ ഇപ്പൊ ചത്തു. അങ്ങനെയാണെങ്കിൽ ഇതെന്തോ സീരിയസ് ഇഷ്യൂ ആണ്. അപ്പോൾ എനിക്ക് കുറച്ച് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കിയാലേ അത് പറയാൻ പറ്റൂ. ഓക്കെ, സോ ലെറ്റ് മീ ചെക്ക് ഫസ്റ്റ്. ഞാനിന്ന് സ്കാൻ ചെയ്തിട്ടുണ്ട്. സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ബ്ലോക്ക് ഉണ്ട് നിങ്ങളുടെ ഹാർട്ടിനകത്ത്. അയ്യോ ഡോക്ടറെ, ബ്ലോക്കോ? നമുക്ക് ഈ അഴുക്ക് ഭാഗമൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞ് പുതിയ ഹൃദയം വെക്കണം. അയ്യോ ഡോക്ടർ, എൻ്റെ ഹൃദയം എടുത്ത് മാറ്റുമോ? ഞാൻ പലർക്കും എൻ്റെ ഹൃദയം കൊടുത്തിട്ടുണ്ട്. പലർക്കും കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് ടെസ്റ്റിൽ കാണാനും പറ്റുന്നുണ്ട്. ശരി, അപ്പം നമുക്ക് ചെറിയൊരു ഓപ്പറേഷൻ മതി. അത് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആവും. ഓക്കെ ആവും. പക്ഷെ അതിനു മുമ്പ് ഒന്നും പേടിക്കണ്ട, എല്ലാം ഞാൻ ഏറ്റു. ഒരു ചെറിയ സൈൻ ഇട്ട് തരണം കൺസെൻറ്റ് ഫോമിൽ. ഒന്ന് സൈൻ ചെയ്തേക്കോ. ഒന്നും പേടിക്കണ്ട കേട്ടോ. ഓക്കെ ഡോക്ടറിനെ ഞാൻ വിശ്വസിക്കുന്നു. ചെറിയൊരു ഇഞ്ചക്ഷൻ തരാം. അത് കഴിയുമ്പം കുറച്ച് കോൺഷ്യസ്നെസ് ഒക്കെ മാറും. അതൊക്കെ പൊയ്ക്കോളും കേട്ടോ. എന്നാൽ ശരിയാക്കി തരാം. എൻ്റെ ദൈവമേ, ഇത് എന്തോരം അഴുക്കായ ഹൃദയത്തിൽ അഹങ്കാരം. വേണ്ട കുശുമ്പ്. വെറുതെയാണോ നെഞ്ചുവേദന? പാപത്തിൻ്റെ ഒരു ലിസ്റ്റ് തന്നെയാണല്ലോ എൻ്റെ കർത്താവേ. ഇതിന് എന്തൊരു വലിയ ഹൃദയം വെച്ചാലൊക്കെ ഇനി കുറേ ഉണ്ട്. വെറുതെയാണോ ഭാരമാണെന്ന് പറഞ്ഞത്? ഇപ്പോഴല്ലേ ഭാരത്തിൻ്റെ കാര്യം മനസ്സിലായി. സഹോദരി, കണ്ണു തുറന്നോ കേട്ടോ. സർജറി കഴിച്ചു. ഡോക്ടറെ, എന്റെ നെഞ്ചിന് വേദന മാറി. എന്തോ വലിയൊരു ഭാരം പോയതുപോലെ. വലിയ ഭയങ്കര അഴുക്കൊക്കെ ആയിരുന്നു. ഞാൻ നോക്കിയപ്പോൾ ഉണ്ടല്ലോ, കുശുമ്പിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ഒത്തിരി പാപങ്ങളുടെ ചാലായിരുന്നു. അതെല്ലാം ഞാൻ വെട്ടി മാറ്റി പുതിയ ഹൃദയം വെച്ചിട്ടുണ്ട്. അതാ ഫ്രീ ആയിട്ട് ഫീൽ ആവുന്നത്. തോന്നില്ലേ? ഭാരം പോയതുപോലെ. ഞാനിനി ഒരു മരുന്ന് എഴുതിത്തരാം. ആ മരുന്നിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാൽ മതി കേട്ടോ. പ്രാർത്ഥന എന്ന മരുന്ന് 3 നേരവും കഴിക്കണം. ഫാസ്റ്റിംഗ് കഴിക്കണം ആഹാരത്തിന് മുമ്പ്. അതാണ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, അതേപോലെ തന്നെ ഇത് ഫോളോ ചെയ്താൽ പിന്നെ പഴയ ജീവിതത്തിലോട്ട് പോയാൽ വീണ്ടും നമുക്ക് ബ്ലോക്കും പ്രശ്നങ്ങളും ആവും. രക്ഷിക്കാൻ പറ്റത്തില്ലേ? അപ്പം കർത്താവായ യേശു ക്രിസ്തുവാണ് നമുക്ക് പാപത്തിന് പരിഹാരം തരാൻ പറ്റിയ ഏക വ്യക്തി. ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുക. ഓക്കെ, ഈ മെഡിസിൻ ഫോളോ ചെയ്യുക. ഓക്കെ, ടേക്ക് കെയർ.
നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പാപങ്ങളുണ്ട്. അത് കുറ്റം പറയുന്നതാകാം, അഹങ്കാരമാകാം, മറ്റ് പല പാപങ്ങളും നമ്മുടെ ജീവിതത്തിൽ കാണാം. അങ്ങനെ പാപങ്ങൾ കാരണം ഹൃദയം കഠിനമായൊരു വ്യക്തിയാണോ എന്നെ കേൾക്കുന്നത്? അങ്ങനെയെങ്കിൽ നിങ്ങൾ ആ നല്ല സ്നേഹിതനായ, ആ വലിയ വൈദ്യനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയൊക്കെ അടുത്ത് വന്ന് ജീവിക്കുവാൻ നിങ്ങളെ ഓരോരുത്തരും ദൈവം സഹായിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. നല്ലൊരു